പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അനന്തമായി സ്നേഹിച്ചുകൊണ്ട് എപ്പോഴും ഞങ്ങൾ അങ്ങയോട് കൂടി ആയിരിക്കണമെന്നും അങ്ങയുമായുള്ള ആഴമായ ബന്ധത്തിൽ ജീവിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദിവ്യമായ സന്ദേശങ്ങളെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. നാനാജാതി മതസ്ഥരായ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞ രക്ഷാകര ദിവ്യരഹസ്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് നൽകിയ ഏകജാതനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ കൈവരിക്കുവാൻ ഞങ്ങൾക്കും ലോകം മുഴുവനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യവും മാധ്യസ്ഥവും സഹായവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പഠിപ്പിച്ച വലിയ പ്രാർത്ഥന നമ്മൾ ആഴത്തിൽ ധ്യാനിച്ചു മനസ്സിലാക്കി. ഈ പ്രാർത്ഥനയിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോ ക്രിസ്തുമസിന്റെ ചൈതന്യവും കർത്താവ് രക്ഷാകര പ്രവൃത്തികളും ഒക്കെ ധ്യാനിച്ചും ചിന്തിച്ചും നമ്മൾ കടന്നു പോകുമ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ മക്കളായ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് അവൻ ജീവിക്കണം. ഇന്ന് ലോകത്തിലേക്കൊക്കെ നോക്കുമ്പോ ലോകത്തിൽ സമാധാനമില്ല. ഒരു കാര്യം ഓർത്തേക്ക്, ഈശോയുടെ രക്ഷാകരമായ രഹസ്യങ്ങൾ ഈശോയിലൂടെ തന്നെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, അത് സ്വന്തമാക്കി ഈ ലോകം ജീവിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തില് ഭയങ്കരമായ സമാധാനം. കാരണം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്ന വലിയ സമ്മാനമാണ് ഈശോ. ആട്ടിടയന്മാരോട് ദൂതന്മാർ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ തിരുവചന ഭാഗത്ത് പറയുന്നുണ്ട്. ദൂതന്മാർ അവരോട് പറയാണ്, എന്താണ്? ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങൾ അറിയിക്കുന്നു. എന്താണ്? ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത എന്നാണ് ഈശോയെ കുറിച്ച് പറയാം. ഇവിടെ ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ, രക്ഷ ഉണ്ടാകണമെങ്കിൽ ഈ വാർത്ത എന്താണ്? നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവനെ സ്വീകരിക്കണം, അവനെ സ്വന്തമാക്കണം, അവന്റെ സാന്നിധ്യം ഉറപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ ആ സജീവമായ സാന്നിധ്യം നമ്മിലും നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ലോകം മുഴുവനിലും ഒക്കെ നിറയപ്പെടാൻ വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. വിശുദ്ധ തന്നെ പറഞ്ഞ്, സ്വർഗത്തിന്റെ മനസ്സ്, അപ്പന്റെ ഹിതം, പൈശാചിക ശക്തിയിൽ നിന്നുള്ള സംരക്ഷണം, പ്രലോഭനങ്ങള്, അന്നു വേണ്ടി ആഹാരം, കർത്താവിൻ നാമം പൂജിതമാകുന്ന ദൈവമക്കളുടെ ജീവിതം, ഇതൊക്കെ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പ്രാർത്ഥിക്കണം മക്കൾ. നിങ്ങൾ എവിടെ നോക്കിക്കേ, എല്ലായിടത്തെ പ്രശ്നങ്ങളാണ് മക്കളുടെ കാര്യത്തിൽ. ഇന്ന് മക്കളൊക്കെ സ്വാധീനിച്ചിരിക്കുന്ന പൈശാചികതകൾ ഭയങ്കര ശക്തമാണ്. സിനിമകളിലൂടെ എല്ലാം കഴിഞ്ഞ ദിവസം ഒരു സിനിമക്കാരിൽ നിന്നുള്ള ഒരു സിനിമ വയലൻസ് ആണ് മക്കൾക്ക് ഇഷ്ടം. വയലൻസ് മാർക്കോയോ ഇങ്ങനെ പറഞ്ഞിട്ടു, മാർക്ക് എന്തൊക്കെയോ പിശാചിൻ്റെതായ അക്രമങ്ങള്, വ്യഭിചരിക്കുന്ന മ്ലേച്ഛതകള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇന്ന് ലോകം പ്രാധാന്യം കൊടുക്കുമ്പോ നമ്മുടെ മക്കൾ അതിന്റെ പിന്നാലെ പോവാ. ഇതിന് സന്തോഷം കിട്ടാൻ വേണ്ടി. എന്നാല് സന്തോഷം ഉണ്ടാകാൻ ഒറ്റ വാർത്തയേ ഉള്ളൂ, രക്ഷകൻ ജനിച്ചിരിക്കുന്നു, അവനെ സ്വന്തമാക്കണം. ജീവൻ നൽകുന്ന, കൃപ നൽകുന്ന, ജീവന്റെ സമ്മർദ്ദം നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കപ്പെടണം. ഇന്ന് പല രാജ്യങ്ങളിലും, ഇറാനിലും മറ്റൊക്കെ, സൗദി അറേബ്യയിലൊക്കെ രാജകുമാരന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഈശോയിലേക്ക് അടുക്കുന്ന, കർത്താവിനെ തേടി ബാക്കിയെല്ലാം അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, നശിപ്പിക്കലുകൾ എല്ലാം നിറയപ്പെടുമ്പോൾ ജീവൻ നൽകുന്ന
അത് സമൃദ്ധിയായി നൽകുന്ന ഒരേ ഒരു ദൈവമുള്ളൂ. അത് യേശു ക്രിസ്തുവാണ്, കർത്താവായ ദൈവമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നശിച്ചടങ്ങി ഒടുങ്ങുന്ന സന്തോഷത്തിന് വേണ്ടി നമ്മൾ ദിവസങ്ങൾ കണ്ടില്ലേ, സങ്കടം തോന്നുന്ന ഒത്തിരിയേറെ നമ്മുടെ ചെറുപ്പക്കാരും മക്കള് കറങ്ങാൻ പോവാ. ഡോണൽ അക്സ 2 മക്കള് കയറ്റം പോയിട്ട് മരിച്ചൊക്കെ നമ്മൾ കണ്ടു. അപ്പനെ അമ്മേനെയും വിട്ട് 3 മാസത്തെ ബന്ധത്തില് ഒരുത്തന്റെ കൂടെ പോയി കറങ്ങാൻ പോയി. ഉടുതുണിയൊക്കെ മാറ്റിവെച്ച് കുളിക്കാൻ ഇറങ്ങുന്ന അവസ്ഥയിലൊക്കെ ബന്ധപ്പെട്ടു പോകുന്ന ഗതികെട്ട അവസ്ഥകൾ നമ്മൾ മക്കൾക്ക് എന്തു പറ്റി? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ട്രാവൽ ഇന്ന് കറങ്ങാൻ പോകലിനെയൊക്കെ മഹത്വവൽക്കരിച്ച് ഒത്തിരിയേറെ ട്രാവൽ ബ്ലോഗുകള്, ഇൻസ്റ്റാഗ്രാമുകള്, ആ പിക്നിക്ക്, ആ സ്ഥലം, ട്രാവലുകള്. ഇന്ന് പിക്നിക്കും ട്രാവലും യാത്രകളും ഒക്കെ ഉണ്ട്. എന്തോ സന്തോഷമുണ്ടെന്ന് വിചാരിച്ച പോണേ പ്രിയപ്പെട്ടവരെ, പൊക്കോ. പക്ഷെ അത് തന്നെയാണ് ജീവിതത്തിൽ കരുതരുത്. പിന്നെ ഭക്ഷണം, കഴിഞ്ഞ ദിവസം കുറച്ച് പേര് പറയായിരുന്നു, മൂന്നാറിലൊക്കെ ഈ ദിവസങ്ങള് മുറി കിട്ടാനില്ല, ഹോം സ്റ്റേകള്, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ എന്താ പറയാ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിസോർട്ടുകള്, ഹോം സ്റ്റേകള്, അതുമായിട്ട് ബന്ധപ്പെട്ട് കറങ്ങാൻ പോവാ, ഭക്ഷണം കഴിക്കാൻ പോവാ. എത്ര പേര് വന്നാലും ഭയങ്കരമായിട്ടുള്ള കിട്ടാനില്ലാത്ത രീതിയിലാണ് അവസ്ഥകൾ. സ്ഥലങ്ങളും ഹോട്ടലുകളും മുറികളും ഭക്ഷണമൊക്കെ. അതുപോലെ ഇന്ന് ലോക സന്തോഷത്തിന് വേണ്ടി ഓടി നടക്കുക. അതിന്റെ പേര് പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങള്, അപകടപ്പെട്ടു പോകുന്ന മക്കള്, ട്രക്കടിയിലേക്ക് പോകുന്ന മക്കള്, സ്വന്തം ശരീര വിശുദ്ധി നഷ്ടപ്പെടുത്തി നശിപ്പിക്കുന്ന മക്കള്. എന്റെ ദൈവമേ, കേട്ട് നമ്മൾ മടുത്തില്ലേ മക്കള്? എന്ത് പറ്റി? ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കാതെ യഥാർത്ഥമായ സന്തോഷം നൽകുന്ന കർത്താവിനെ സ്വീകരിക്കാതെ ഇന്ന് എന്തിന്റെയൊക്കെ പിന്നാലെ പോയി നശിച്ച് അടങ്ങി ഒടുങ്ങുന്ന അനേകം മക്കള് എല്ലാ തലത്തിലും. ഇവിടവരെ കർത്താവിന്റെ സാന്നിധ്യമാണ് എല്ലാറ്റിനും പരിഹാരം. ഇപ്പോ നമ്മുടെ സഭയിലും ഒക്കെ ഒത്തിരി പ്രശ്നം നടക്കുന്നുണ്ട്. ഇവർക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയില് കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറക്കണമെന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? ഒത്തിരി ഒച്ചപ്പാടുകളും ബഹളങ്ങളും പുറത്താക്കലുകളും സമരങ്ങളും കണ്ടിട്ട് അറച്ചിട്ട് പാടില്ല. അതുപോലത്തെ പൈശാചികതകൾ പച്ചയ്ക്ക് വിളമ്പുമ്പോ ഒരു ചളിപ്പും ഒളിപ്പുമില്ലാതെ പിശാചാൽ നയിക്കപ്പെടുന്ന അനേകം മേഖലകൾ, അനേകം മക്കള്. ഇവിടെയൊക്കെയാണ് മക്കളെ കർത്താവിന്റെ സാന്നിധ്യം. കർത്താവ് ജനിച്ചിട്ടും ആ കർത്താവിനെ സ്വീകരിക്കാതെ, അവന് കൂടെ ഉണ്ടായിട്ടും അവനെ വിളിച്ചിടപെടുത്തിക്കാതെ ഞാൻ ചെയ്തോളാം, ഞങ്ങൾ ചെയ്തോളാം, അതിന്റെ പേരിൽ ധാർഷ്ട്യങ്ങളും അഹങ്കാരങ്ങളും മത്സരങ്ങളും സമരങ്ങളും ഒച്ചപ്പാടുകളും പുറത്താക്കലുകളും കൊണ്ടൊക്കെ ഇന്ന് പിശാച് അടക്കി ഭരിക്കുമ്പോ ഈ പിശാചെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം കണ്ണുകെട്ടപ്പെട്ട നശിച്ച് അടങ്ങി ഒടുങ്ങുന്ന സഭയും സഭാ സംവിധാനങ്ങളും മക്കളും കുടുംബങ്ങളും ലോകവും ലോകരാജ്യങ്ങളും എല്ലായിടത്തും നോക്കുകയും എല്ലായിടത്തും ഒരുപോലെ ഈ ഒരു ശക്തി കടന്നു വന്ന് നശിപ്പിക്കുമ്പോ സങ്കടത്തോടെ പറയണം മക്കളെ, കർത്താവിന്റെ സാന്നിധ്യം അതുപോലെ ഉറപ്പിക്കണം. ഇന്ന് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദിവസങ്ങളൊക്കെ നമ്മൾ 2024 അവസാനിക്കാൻ പോവാ. ദിവസങ്ങളിലൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നശിച്ചടങ്ങി പോകുന്ന അനേകം മക്കളുടെ കുടുംബങ്ങളുടെ പൗരോഹിത്യത്തിന്റെ സഭയുടെ അല്ലാത്ത എല്ലാ തലങ്ങളിലും ഒന്നുപോലും മാറ്റിവെക്കാൻ പറ്റാത്ത, എങ്ങും പ്രത്യാശ കണ്ടെത്താൻ പറ്റാത്ത വിധത്തില് കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ സമൂഹങ്ങളായി, സഭയായി, ലോകമായി, കുടുംബമായി, മക്കളായിട്ട് മാറുമ്പോ എങ്ങനെ രക്ഷപ്പെടും മക്കളെ? സകല ജനപദങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ സത്വാർത്ത യേശു ക്രിസ്തു മാത്രമാണ്. അവനെ സ്വീകരിച്ച് അവനെ വിളിച്ച് ഇടപെടുത്തിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും നമ്മുടെ മക്കൾക്കും ഇടയാകട്ടെ. അല്ലാണ്ട് കുറെ കറങ്ങാൻ പോയി, കുറെ ഭക്ഷിച്ചു, കുറെ സുഖിക്കാൻ പോയി, കുറെ കുളിക്കാൻ പോയി, കുറെ അടിച്ചു പൊളിക്കാൻ പോയി, കുറെ വഴക്കൂടി, കുറെ സമരം നടത്തി, കുറെ പേരെ പുറത്താക്കി, വാശി പിടിച്ച് എന്തിന്, ഏതിന്, ആര് നേടാൻ, എന്ത് നേടാൻ? അത് കർത്താവിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുക. എല്ലാവർക്കും ആകട്ടെ. പ്രാർത്ഥിക്കാം മക്കളെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. സങ്കടം വരുക, ചെറുപ്പ മക്കളൊക്കെ നശിച്ച് പോണ കാണുമ്പോ നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവസങ്ങളൊക്കെ ഇനി നമുക്ക് ജനുവരി മാസത്തിലൊക്കെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്ക ഈ ഡിസംബർ 31-ാം തീയതി കാർമൽ ധ്യാന കേന്ദ്രത്തില് രാത്രി ഒരു നൈറ്റ് വീച്ചിലൊക്കെ വെച്ച് പ്രത്യേകം പ്രാർത്ഥിച്ച് ദിവ്യകാര പ്രദക്ഷിണമൊക്കെ വെച്ച് നമുക്കിനി അടുത്ത മാസം ഒത്തിരി ദിവ്യകാര പ്രദക്ഷിണങ്ങളും ജപമാല പ്രാർത്ഥനകളും കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതുകൊണ്ട്
നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പ്രാർത്ഥിക്കും മക്കൾ. ഒത്തിരി തടസ്സങ്ങളുണ്ട്. കാരണം എല്ലായിടത്തും തിന്മ ഏറി വരുമ്പോ കർത്താവിന്റെ സാന്നിധ്യം വിളിച്ചിറക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോ ഒത്തിരി എതിർ ശക്തികള്, എതിർ പ്രാർത്ഥനകള്, എതിർ പ്രവൃത്തികള് നമുക്കെതിരെ വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങള് വീണ്ടും അച്ഛൻ പറയാണ്, നിങ്ങൾ ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കണം കേട്ടോ. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന് ശക്തി വിളിച്ചിറക്കിക്കൊണ്ട് നമുക്ക് ജയിക്കണം, നമുക്ക് നേടണം. നമ്മുടെ മക്കളെ, കുടുംബങ്ങളെ, സഭയെ, ലോകത്തെ, നമ്മെ തന്നെയും നേടണം. അതിനുള്ള വലിയ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾക്ക് പ്രത്യേകം ഒരുങ്ങാം. വലിയൊരു അഭിഷേകത്തോടെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സാത്താൻ അതുപോലെ പ്രബലപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാവരും പിശാചിന്റെ പിന്നാലെ, ലോകത്തിന്റെ പിന്നാലെ, പല പല യാത്രകൾ, ഭക്ഷണങ്ങൾ, കൂട്ടുകെട്ടുകൾ, ജനിക സുഖത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ദൈവമക്കൾ വേറിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എതിർപ്പുകൾ ഉണ്ടാവും. വീഴ്ത്താൻ ശ്രമിക്കും, തകർച്ചകൾ വരും, തടസ്സങ്ങൾ വരും. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം അത്യന്തികമായ വിജയം നമുക്ക് നൽകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം ഈശോയുടെ കൂടെ ഇരിക്കാം. വിശുദ്ധം അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങ് സകല ജനപദങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയാണ്. അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും രക്ഷയും നൽകുവാൻ വേണ്ടിയാണല്ലോ. ഈശോ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്വന്തമാക്കുവാൻ ആട്ടിടയന്മാരെ പോലെ അങ്ങയുടെ അരികിലേക്ക് ഓടി അണഞ്ഞ് അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് അങ്ങയുടെ തൃപ്പാദത്തെങ്കിലും എല്ലാം സമർപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായി ഞങ്ങളിതാ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ജീവിതങ്ങളെ, ഞങ്ങളുടെ സഭയെ, സഭാ നേതൃത്വത്തെ, സഭാ അധികാരികളെ, വൈദികരെ, സന്യസ്തരെ, ലോകരാജ്യങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ മക്കളെയും, എല്ലാ മതവിഭാഗങ്ങളെയും, എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയെ സ്വന്തമാക്കി അങ്ങയാൽ നിറയപ്പെട്ട അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ആ വലിയ ശക്തിയും ആ സമാധാനവും എല്ലാ മക്കളും അനുഭവിച്ച് യഥാർത്ഥമായ രക്ഷ, ഏകരക്ഷകനാകുന്ന യേശുവെ അങ്ങയുടെ പൂർത്തിയാക്കുവാൻ, സ്വന്തമാക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ, നമ്മെ, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ദിവ്യകാന സാന്നിധ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് അവിടുത്തെ സമാധാനവും രക്ഷയും ആ വലിയ സ്നേഹവും സന്തോഷവും നമ്മിലേക്കും, നമ്മുടെ കുടുംബത്തിലേക്കും, നമ്മുടെ മക്കളിലേക്കും, നമ്മിലൂടെ ലോകം മുഴുവനിലേക്കും ചൊരിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി കർത്താവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും സന്തോഷവും നമ്മിലെല്ലാവരിലും നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. സന്തോഷം നിറയട്ടെ, രക്ഷ നിറയട്ടെ, സമാധാനം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, സംതൃപ്തി നിറയട്ടെ. ഈശോയെ, മറ്റു പലതിന്റെ പിന്നാലെ ഓടി നടന്ന് നശിച്ചു പോകാതെ അങ്ങാകുന്ന രക്ഷ കൈവരിക്കുവാൻ, അങ്ങയുടെ സമാധാനം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും ലോകം മുഴുവനും ഇടയാകട്ടെ. സഭയെ സമർപ്പിക്കുന്നു, സഭാധികാരികളെ സമർപ്പിക്കുന്നു, വൈദികരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഇടപെടണമേ, കരുണയായിരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, സംരക്ഷണം നൽകണമേ. ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. ദിവ്യാനുസന്നതിയില് നമ്മെ, നമ്മുടെ കുടുംബത്തെയും കർത്താവിന്റെ സമാധാനത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൽ കർത്താവ് നൽകുന്ന രക്ഷ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും അനുഭവവേദ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.